പിള്ളേരെ ഇവിടെ കാര്യം വഴിയാ നാളെ കാലത്തെ താഴ്ത്തെത്തു കേട്ടോ. ചേട്ടാ ഗജപാത ദർശനം. ഓഹോ, ഇയാളെന്താ ചേട്ടാ പറയുന്നത്? ആനയുടെ ചുവട് കണ്ടത്. ഏയ്, ഇവിടെയെങ്ങും ആന ഇറങ്ങില്ല. ഇവനേ കുഞ്ഞിക്കണ്ടൻ പാപ്പാന്റെ മോനാ. ആനയുടെ ചൂടും ചോടും നല്ല തിട്ടമാ. ഓഹോ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ. എന്തോ ഈ ചുവട് നോക്ക്. രണ്ട് മുഴം ഉണ്ട് ചേട്ടാ. ആനയുടെ ചുവടിന് 2 മുഴമോ? അതൊരു പ്രത്യേക കണക്കാ കൊച്ചേ, നിനക്കത് മനസ്സിലാവില്ല. ആന കണക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ എത്ര കാലം ഉണ്ടാ? പയറ്റ് 220, 20 കാൽ 5. 5 ന്യായപ്രകാരം 5 കാല് കാണണം. അപ്പൊ കൊമ്പൻ തന്നെ. കയറെടുത്തു, ചാക്കും എടുത്തു, നടന്നോ. എനിക്കിനി നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ കിടക്കാൻ പോവാ. അയ്യോ മരവാ. ആ, ഇനി അങ്ങോട്ട് കാടാ. ഓ വളരെ ഉപകാരം. ഇനി നീ പൊയ്ക്കോ. സൂക്ഷിച്ചു പോണം കേട്ടോ. നീ പേടിക്കണ്ട വെച്ചേ, ആരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അച്ചായ വരുമ്പോ ഞങ്ങൾ കാറ്റി കയറിന്ന് പറഞ്ഞേക്ക്. ശരി. പാടാ. അയ്യോ അയ്യോ. പകൽ കുറുക്കൻ കൂടുന്നു. പെറ്റിയെടുക്കുന്ന കുറുക്കനായിരിക്കും ഇവിടെ. നീ വാ. അതെ, അതെന്തുവാ ശബ്ദം? അതേ, കരിങ്കുരങ്ങ് ഇണയെ വിളിക്കുന്നതാ. നീ വാ. ആന നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊല ചെയ്തത്. എനിക്ക് വേണ്ടി പോലീസ് വലവീശുന്നു. നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മി അമ്മയെ ചികിത്സിക്കാൻ വരെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് നീ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സാധ്യമല്ല. അങ്ങനെയാണോ സംഭവത്തിന്റെ പോക്ക്? പഴം വഴുതി പാലിൽ വീണതുപോലെയായി. ഇനി ഡോക്ടർ കാലിതിനെ വിട്ട് പിരിയില്ല. അവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. കറക്റ്റ്. ഡോക്ടർ ലക്ഷ്മിയെ ചികിത്സിക്കും, അവരുടെ രോഗം ഭേദമാകും. ലക്ഷ്മിക്ക് സുബോധം വന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള രക്തങ്ങൾ എന്റെ കയ്യിലാകും. മഞ്ജു, എനിക്ക് പൂർണ്ണ സുഖമായി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ പോകും. പോകണ്ട. ഞാൻ മടങ്ങി വരും. എപ്പോ വരും? നീ വിചാരിക്കുമ്പോ വരും. മഞ്ജു, നീ ഞാനും രണ്ടല്ല. നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല. മഞ്ജു, ഇവിടെ പോ. എന്നോട് തന്നെ നീ ഇത് കാണിക്കണം. മരുന്ന് തേച്ച് മുറിവ് കരിച്ചവനാണ് ഞാൻ. അപ്പോ എന്റെ നെഞ്ചു മുറിച്ചിട്ട് വേണം നീ പോകാൻ. ഗോപി, മുലപ്പാൽ ഉപ്പ് നോക്കരുത്. ഞാൻ
ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്താൽ വിട്ടയക്കുന്നവനല്ല മുനിയാണ്ടി. വൈദ്യരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ മഞ്ജുവിനെ വിവാഹം ചെയ്യാം. സത്യം. എന്നെ വിശ്വസിക്കൂ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഗോപി, എനിക്കും പറയാനുണ്ടൊരു വലിയ സത്യം. എന്റെ എല്ലാമാണ് മഞ്ജു. പക്ഷേ അവൾ എന്റെ മോളല്ല. എന്ത്? കേശവൻ ഉണ്ണിത്താന്റെ മോളാണവൾ. ഇന്ന് ശ്രീധരൻ ഉണ്ണിത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളുടെ അവകാശി മഞ്ജുവാണ്. നേരാണോ? അതെ. അവളുടെ അമ്മ ആ നല്ല സ്ത്രീക്ക് ഭ്രാന്താണ്. മലയടിവാരം മംഗളാവിൽ ആ മഹാലക്ഷ്മിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അവർക്ക് തന്നെ നേടിക്കൊടുക്കാൻ കരുത്തുള്ളവനെ ഞാൻ എന്റെ മഞ്ജുവിനെ കൊടുക്കൂ. വൈദ്യരെ, മഞ്ജുവിന് വേണ്ടി ആ ചുമതല ഞാൻ ഏറ്റിരിക്കുന്നു. ലക്ഷ്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി വരൂ. പക്ഷെ അപ്പോൾ അഖിലും ചന്ദനവും സാക്ഷി നിർത്തി ഞാൻ എന്റെ മഞ്ജുവിനെ നിനക്ക് കെട്ടിച്ചു തരും. മലയും മാനവും ഒക്കെ മാറും. പക്ഷേ മുനിയാണ്ടിയുടെ വാക്കു മാറില്ല. ചെല്ല് ചെല്ല്. ഇല്ല, ഇനി കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. അവൾ ലക്ഷ്മിയെ ചികിത്സിക്കുന്നില്ല, അത് വ്യക്തം. നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അതിന് കാരണമെന്ന് ഞാൻ സംശയിക്കുന്നു. പിന്നെ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചത്. കാര്യം നടക്കുന്നില്ലെങ്കിൽ ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല. നിന്നെയും. എന്നെയും? അതെ. ലീല ലക്ഷ്മിയമ്മ ചികിത്സിക്കാതിരിക്കുന്നില്ല. കാലപ്പഴക്കം വന്ന ഭ്രാന്താണ്. കുറച്ചു നാളുകൂടി നമുക്ക് സമയം തരണം. ശരി. വേലു, ഓം കാളി മഹാകാളി ഭദ്രകാളി കരിങ്കാളി സ്വാമിയേ ശരണയ്യപ്പ. ആരാ? അരിയം വേലാണ്ടി, കാടം വൈദ്യം മുനിയാണ്ടിയുടെ അനിയനാണ്. മുനിയാണ്ടിക്ക് ഇങ്ങനെ ഒരു അനിയനുണ്ടോ? ഉണ്ട്, പക്ഷെ അച്ഛനും അമ്മയും രണ്ടാ. അരിയൻ ഇതുവരെ അങ്ങ് മരുത്വാമലയിലായിരുന്നു. അത് ശരി. ആട്ടെ, നീ എന്തിനാ വന്നത്? തമ്പുരാൻ എന്തോ അരുതാഴിക ഉണ്ടെന്ന് കേട്ടു. സിദ്ധവൈദ്യം കൊണ്ട് ഏത് അസുഖവും മാറ്റാമേ. എനിക്ക് അസുഖമൊന്നുമില്ല, അതുകൊണ്ട് ചികിത്സയും വേണ്ട. കണ്ടിട്ട് അല്പം പിത്തക്കോപം കാണുന്നുണ്ടേ. ഒരു പിത്തകോപവും ഇല്ല സാറേ. ഇവന്റെ ചേട്ടൻ മുനിയാണ്ടി വെട്ടിമുറിച്ച കൈ കൂട്ടി യോജിപ്പിച്ചവനാ. എല്ലാം പച്ചമരുന്നിന്റെ പ്രയോഗമാ. അതിനിപ്പോൾ ഇവിടെ ആര് ചികിത്സിക്കാനാടോ? അല്ല, ആര് ചികിത്സിച്ചാലും ഭേദമാകാത്തൊരു സൂക്കേടുകാരി ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? എടാ, നിനക്ക് ഭ്രാന്ത് മാറ്റാൻ അറിയാം. എന്റെ ചേട്ടൻ മുനിയാണ്ടിയുടെ ഭ്രാന്ത് വരെ മാറ്റിയിട്ടുള്ളവനാണ് അടിയൻ. മുനിയാണ്ടിക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടോ? കൊള്ളാം. 6 മാസം ആനച്ചെങ്ങലെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൂതി ഉണർത്തിയെന്ന് കേട്ടിട്ടുണ്ടോ? ആ മരുന്ന് അടിയൻ അങ്ങ് പ്രയോഗിച്ചു. ചേട്ടന്റെ ഭ്രാന്ത് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ലേ? മിടുക്കൻ. എടാ, എനിക്കൊരു രോഗിയുണ്ട്, നിനക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ഭദ്രകാളിയെ മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഏൽപ്പിച്ചാട്ട് കുളിപ്പിച്ച് കിടത്തി തരാം. പക്ഷേ ആരും അറിയരുത്, പരമ രഹസ്യമായിരിക്കണം. ദൈവം പോലും അറിയത്തില്ലേ? വേലു, നീ വൈദ്യരെ വിളിച്ചുകൊണ്ടുപോയി അവരെ ഒന്ന് കാണിക്കും. മുനിയാണ്ടി വന്നാട്ടെ. മുനിയാണ്ടി അല്ലേ, വേലാണ്ടി. എല്ലാ ആണ്ടി ഒന്ന് തന്നെയാടോ. വാ. ഹര ഹരോ ഹര ഹരാ. വാ. ഇതാണ് സൂക്കേടുകാരി. ഹര ഹരോ ഹര ഹര. ഓം കാളി മഹാകാളി ഭദ്രകാളി രുദ്രകാളി കരിങ്കാളി സ്വാമിയേ ശരണയ്യപ്പ. 24 ആട്ടുംപാല് വേണം, കിട്ടുമോ? പുറമെ കൊണ്ടുവരാം. ആ, ഇപ്പൊ കറന്ന പാലായിരിക്കണം, ചുടു ചുടാന്ന്. ആ ശരി.
നന്നായി കാലി. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ആ ഗോപി ലക്ഷ്മി അമ്മയെ തട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ഞമ്മക്കൊരു സങ്കടമേ ഉള്ളൂ. എന്താണ്? ആ പഹയനെ ഞമ്മക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി കഴിയുന്നതും വേഗം അത് നടത്തണം. അവൻ CID ആണ്, തീർച്ച. ആ കാടൻ വൈദ്യനുമായി അവൻ വളരെ അടുപ്പത്തിലാണ്. അത് മലമുകളിൽ രഹസ്യങ്ങൾ അറിയാനായിരിക്കും. ഏതായാലും ആരും സംശയിക്കാത്ത രീതിയിലായിരിക്കണം അവനെ വകവരുത്താൻ. അതിനൊരു വഴി നമ്മൾ ആലോചിക്കുന്നുണ്ട് മുതലാളി.